BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഓരോ മണ്ഡലങ്ങളിലും ആവേശം ആഞ്ഞു വീശുകയാണ്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ശ്രദ്ധേയമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ജില്ലയായ എറണാകുളത്തും പോരാട്ടം കടുക്കുകയാണ്. നഗരവൽക്കരണവും സാമൂഹിക വൈവിധ്യവും ശക്തമായ രാഷ്ട്രീയ അടിത്തറയും ചേർന്ന് ഇവിടെ ഓരോ മണ്ഡലവും വ്യത്യസ്ത രാഷ്ട്രീയ പ്രവണതകളുടെ പ്രതിഫലനമാണെന്നാണ് പറയാൻ സാധിക്കുക. കേരളത്തിൽ ആകെ ഇടതുപക്ഷം വേരുറപ്പിച്ചപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിരുന്നു. 14 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഇവിടെ ഇത്തവണയും കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. 2021 UDFന് 14-ൽ 9 സീറ്റുകൾ നേടാൻ സാധിച്ചിരുന്നു. TJ വിനോദ് MLA വീണ്ടും മത്സരിക്കുന്ന സാഹചര്യത്തിൽ UDFന് മികച്ച പ്രതീക്ഷയാണുള്ളത്. അതോടൊപ്പം ആലുവയിൽ അൻവർ സാദത്തിന്റെ സ്വാധീനവും UDFന് മുൻതൂക്കം നൽകുന്ന ഘടകമാണ്. തൃക്കാക്കരയിൽ ഉമാ തോമസിന്റെ വ്യക്തിപരമായ ജനപ്രീതിയും ഇവർക്ക് കൂടുതൽ കരുത്ത് നൽകുന്നുണ്ട്. കൂടാതെ ചരിത്രപരമായി എറണാകുളം ഐക്യജനാധിപത്യ മുന്നണിയോടെ പ്രത്യേകിച്ച് കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന മണ്ഡലമാണെന്നാണ് പൊതുവിലയിരുത്തൽ. എന്നാലും ഇത് ഒരു സുരക്ഷിത സീറ്റല്ലാത്തതിനാൽ ശക്തമായ പ്രചാരണമാണ് ഓരോ മുന്നണികളും നടത്തുന്നത്. എന്നാൽ അങ്കമാലി, പെരുമ്പാവൂർ, പറവൂർ, കൊച്ചി തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഫലം പ്രവചിക്കുന്നത് എളുപ്പമല്ല. സാമൂഹിക സമവാക്യങ്ങൾ, മതസമുദായ വോട്ടുകൾ, സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ സ്വാധീനം എന്നിവയാണ് ഇവിടെ നിർണായക ഘടകങ്ങളായി കണക്കാക്കുന്നത്. പക്ഷേ പുതിയ രാഷ്ട്രീയ ശക്തികളുടെ സാന്നിധ്യം ചില മണ്ഡലങ്ങളിൽ വോട്ട് വിഭജനത്തിന് കാരണമാകാൻ ഇത്തവണ സാധ്യതയുണ്ട്. ജില്ലയിൽ ഉയർന്നു വരുന്ന 2020 BJP സഖ്യം ഇടതിനെയും വലതിനെയും ഒരേപോലെ തലവേദനയായി മാറിക്കഴിഞ്ഞു. ആലുവ, അങ്കമാലി, എറണാകുളം, കളമശ്ശേരി, കൊച്ചി, കോതമംഗലം, കുന്നത്തുനാട്, മൂവാറ്റുപുഴ, പറവൂർ, പെരുമ്പാവൂർ, പിറവം, തൃക്കാക്കര, തൃപ്പൂണിത്തുറ, വൈപ്പിൻ എന്നിവയാണ് എറണാകുളം മണ്ഡലങ്ങൾ. ഒരു അട്ടിമറി വിജയമാണ് ഇരുപക്ഷവും ആലുവയിൽ പ്രതീക്ഷിക്കുന്നത്. ഇനി അങ്കമാലിയുടെ കാര്യം നോക്കുമ്പോൾ ഇവിടെ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ സ്വാധീനവും പ്രാദേശിക വിഷയങ്ങളുമാണ് ഫലങ്ങൾ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായി UDFനും LDFനും തമ്മിലുള്ള കടുത്ത പോരാട്ടമാണ് ഇവിടെ നടക്കാറുള്ളത്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ റോജി M. ജോൺ ആയിരുന്നു ഇവിടെ വമ്പിച്ച വിജയം കൈവരിച്ചത്. അതിനാൽ തന്നെ UDFന് വളക്കൂറുള്ള മണ്ണായാണ് അങ്കമാലിയെ കണക്കാക്കുന്നത്. LDFൽ സജു പോൾ, UDFൽ റോജിം ജോൺ, NDAയിൽ പ്രോമി കുര്യാക്കോസുമാണ് ഇവിടെ മത്സരിക്കുന്നത്. കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ രാഷ്ട്രീയ ചരിത്രപരമായി ഇടതിന് കരുത്തുള്ള മണ്ഡലമാണെങ്കിലും കോൺഗ്രസ് നയിക്കുന്ന UDFും മുസ്ലിം ലീഗുമാണ് ഇവിടെ ശക്തമായ സാന്നിധ്യം നിലനിർത്തി വരുന്നത്. LDFൽ P. രാജീവും UDFൽ VE. അബ്ദുൽ ഗഫൂറും NDAയിൽ MP. ബിനുവുമാണ് ഇവിടെ മത്സരിക്കുന്നത്. LDFന് ശക്തമായ വെല്ലുവിളി ഉയർത്തി UDFന് മുൻതൂക്കമുള്ള ഇടമാണ് നഗരമണ്ഡലമായ കൊച്ചി. ഇത്തവണ UDF സ്ഥാനാർത്ഥിയായി DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും LDFൽ നിന്ന് KJ മാക്സിയും NDAയിൽ സേവിയർ ചൂലപ്പൻ എന്നിവരാണ് മത്സര രംഗത്തുള്ളത്. കോതമംഗലം മണ്ഡലത്തിലാണെങ്കിലും ആന്റണി ജോൺ 2016-ലും 2021-ലും ഭൂരിപക്ഷമുണ്ടാക്കിയ ഇടമായതിനാൽ LDFന് ഇവിടെ പ്രതീക്ഷയേറെയാണ്. UDF സ്ഥാനാർത്ഥിയായ ഷിബു തെക്കുപുറവും ആന്റണി ജോണും NDA സ്ഥാനാർത്ഥി അജി നാരായണനും തമ്മിൽ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അതേസമയം കുന്നത്തുനാട് 2021 മണ്ഡലം പിടിച്ചെടുത്ത CPM PV ശ്രീനിജനും UDF VP ശശീന്ദ്രനും NDA ബാബു ദിവാകരനും മത്സരങ്ങൾ കടുപ്പിച്ച് മുന്നേറുകയാണ്. ക്രൈസ്തവ വോട്ട് ഷെയർ കൂടുതലുള്ള മൂവാറ്റുപുഴ മണ്ഡലത്തിൽ UDFനായി സിറ്റിംഗ് MLA മാത്യു കുഴൽനാടനും LDFൽ നിന്ന് N. അരുണും NDAയിൽ നിന്ന് സണ്ണി തോമസ് കൂടുത്താഴെയുമാണ് മത്സരിക്കുന്നത്. പറവൂർ മണ്ഡലം 2001 VD സതീശൻ വിജയിച്ചതിലൂടെയാണ് കോൺഗ്രസ് പിടിച്ചെടുത്തത്. ഇപ്പോഴും UDFന് അനുകൂലമായ മണ്ഡലമാണ് പറവൂർ. ഇത്തവണയും VD സതീശൻ തന്നെ മത്സരിക്കുമ്പോൾ LDFൽ നിന്ന് ET ടൈസൺ, NDAയിൽ നിന്ന് വത്സല പ്രസന്നകുമാർ എന്നിവർ പോരാട്ടവുമായി മുന്നേറുകയാണ്. തൃക്കാക്കര മണ്ഡലമാണെങ്കിലും NDA സ്ഥാനാർത്ഥിയായി 2020 വേണ്ടി മത്സരിക്കുന്ന അഖിൽ മാരാറും UDFന്റെ ഉമാ തോമസും LDFന്റെ പുഷ്പദാസും ശക്തമായ പ്രചാരണത്തിലൂടെ വോട്ടുകൾ സ്വന്തമാക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന മണ്ഡലമാണ്. ഇനി വൈപ്പിൻ മണ്ഡലത്തിന്റെ കാര്യമെടുക്കുമ്പോൾ LDFന് സ്ഥിരമായ സ്വാധീനമുള്ള മണ്ഡലമാണിത്. അടുപ്പിച്ച് 2 ടേം മണ്ഡലം കൈപ്പിടിയിലാക്കിയത് കൊണ്ട് അടിയൊഴുക്കുകളില്ലെങ്കിൽ ഇത്തവണയും ഇടതിന് തന്നെയാണ് ഇവിടെ സാധ്യത കൂടുതലുള്ളത്.
LDF-ൽ നിന്ന് NB ഷൈനി, UDF-ൽ ടോണി ചമ്മാനി, NDA-യിൽ അനിത തോമസും മണ്ഡലത്തിൽ മത്സര പ്രചാരണങ്ങളിലൂടെ മുന്നേറുന്നത്. തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടുകൂടി ശക്തമായ പോരാട്ടങ്ങളാണ് മുന്നണികൾ നടത്തുന്നത്. ഈ പോരാട്ടങ്ങൾ ഫലിച്ചോ എന്നറിയാൻ ഇനി അധികം നാളുകൾ വേണ്ട. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.